പണക്കൊഴുപ്പ് കൊണ്ട് തലസ്ഥാനം പിടിക്കാമെന്ന് കരുതുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. പണം വാരി എറിയുകയാണ് അദ്ദേഹം. പണത്തിൻ്റെ കുറവ് കൊണ്ട് പ്രചാരണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകരുത് എന്നാണത്രേ നിർദ്ദേശം. ജില്ലാ നേതാക്കളിൽ ചിലർ ഇന്നോവയിൽ കറക്കവും തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി അതിലാണത്രേ യാത്ര. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതുപോലൊരെണ്ണം സ്വന്തമാക്കാമല്ലോ എന്നാണ് അവരുടെ ചിന്ത. പുറത്തുനിന്ന് വന്ന പ്രൊഫഷണലുകളാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. പണത്തിന് പഞ്ഞമില്ലാത്തത് കൊണ്ട് ജില്ലയിലെ നേതാക്കൾക്ക് ഒരു പരിഭവവുമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന ലൈനാണ് പൊതുവിൽ തലസ്ഥാനത്തെ BJP നേതാക്കൾക്ക്. വോട്ടർമാരെ ജാതി മത സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വെവ്വേറെ വേർതിരിച്ചാണത്രേ പ്രചാരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിലും മനുഷ്യരോട് പറയാൻ കൊള്ളാവുന്ന ഒന്നുമില്ലല്ലോ BJPക്ക് പ്രചരിപ്പിക്കാൻ. അപ്പൊ പിന്നെ പ്രചാരണത്തിന് ഇത്തരത്തിൽ മനുഷ്യരെ വിഭജിച്ച് മതവും വർഗീയതയും പറയുകയല്ലാതെ വേറെന്തു ചെയ്യാൻ? യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അത് ജിഹാദി ആക്രമണമാണെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് കേരളത്തെ ഇകഴ്ത്താൻ ശ്രമിച്ച ആളാണ് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി. നേരത്തെ പറഞ്ഞ പോലെ ആകെ അയാൾക്ക് പറയാനുള്ളത് കൊടും വർഗീയ വിഷം മാത്രമാണ്. നുണയാണല്ലോ സംഘപരിവാറിന്റെ പ്രധാന ആയുധം. അക്കാര്യത്തിൽ സുരേന്ദ്രൻ മുതൽ മോദി വരെ ഒരേ ലെവലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ ലക്ഷങ്ങൾ മുടക്കി പത്രങ്ങളുടെ ഒന്നാം പേജിൽ പരസ്യമൊക്കെ വരുന്നത് ഇതിന്റെ ഭാഗമാണ്. പരസ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ടെക്നോളജിയിൽ മുന്നേറാൻ തലസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല എന്നാണ്. നയനാർ സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ ആദ്യ ടെക്നോ പാർക്ക് തുടങ്ങിയ ജില്ലയെ നോക്കിയാണ് രാജീവന്റെ ഈ തള്ള. ഇന്ന് രാജ്യത്തിന്റെ IT ഭൂപടത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ടെക്നോ പാർക്ക് ഫേസ് 1 മാത്രം 60,000 പേർ ജോലി ചെയ്യുന്നു. ഇതിനു പുറമെ ഇൻഫോസിസ്, UST ഗ്ലോബൽ, IBS പോലെ സ്വന്തമായി ക്യാമ്പസ് ഉള്ള കമ്പനികളിൽ 10,000 പേർ വേറെ ജോലി ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്ക് 2ഉം 3ഉം ഫേസ് പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു വരുന്നു. 1,00,000-ലേറെ പേർ അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറത്ത് ടെക്നോ സിറ്റിയിലും ടെക്നോ പാർക്ക് ഫേസ് 4ലും ഇടം കിട്ടാൻ പ്രമുഖ കമ്പനികളടക്കം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇതിനെല്ലാം പുറമെ കിൻഫ്രയിൽ ഏണസ്റ്റ് ആൻഡ് യങ് പോലെ നിരവധി കമ്പനികൾ വേറെയുണ്ട്. ടെക്നോ പാർക്ക് ഫേസ് 3ൽ അമേരിക്കൻ കമ്പനിയായ ടോറസ് IT പാർക്കിന്റെ 8 നില മന്ദിരം ഒരു മാസം മുൻപാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തുറന്നു കൊടുത്തത്. 20-ലധികം കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇതിനോട് ചേർന്ന് ടോറസ് മാളിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുമുണ്ട്. ഈ ടോറസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. രാജീവന്റെ സ്വന്തം ചാനലിലെ അടിമ മാപ്ര പരിസ്ഥിതിയുടെ പേരിൽ മുടക്കാൻ നോക്കിയ പദ്ധതിയാണ് ടോറസ് ഡൗൺ ടൗൺ. അതായത് തലസ്ഥാനത്ത് വരുന്ന എല്ലാ പദ്ധതികളെയും മുടക്കുക എന്ന നയമാണ് രാജീവനും രാജീവിന്റെ ചാനലും കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മോസ്റ്റ് ഫേവേർഡ് IT ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്ന കഴക്കൂട്ടം തലസ്ഥാനത്തിന്റെ സാറ്റലൈറ്റ് നഗരമായി മാറിക്കഴിഞ്ഞു. 100 കണക്കിന് പുതിയ കെട്ടിടങ്ങളാണ് അവിടെ ഉയരുന്നത്. രാജ്യാന്തര വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ സാമീപ്യം മറ്റൊരു പ്രത്യേകതയാണ്. മികച്ച അടിസ്ഥാന സൗകര്യം, ശുദ്ധവായു, ശുദ്ധജല ലഭ്യത, സർവോപരി മാനവ വിഭവശേഷി, ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ കുതിപ്പിന്റെ കാരണങ്ങളാണ്. ലൈഫ് സയൻസ് പാർക്ക്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും ഇതേ കഴക്കൂട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഒരെണ്ണം സ്ഥാപിക്കുന്നതിന് പോലും 5 നയാ പൈസയുടെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നോർക്കണം. സംസ്ഥാന സർക്കാരും സ്വകാര്യ കമ്പനികളും കൈകോർത്താണ് 1.5 ലക്ഷത്തോളം പേർക്ക് ഇവിടെ തൊഴിൽ ലഭ്യമാക്കിയത്. പരസ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന AI ലാബും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലാബും ഒക്കെ ഇവിടെ നേരത്തെ തന്നെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞതാണ്. IT ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ തിരുവനന്തപുരത്തിന് എന്തൊക്കെ ചെയ്തു എന്നത് ആശാന്റെ പരസ്യത്തിൽ എവിടെയും മിണ്ടുന്നതേയില്ല. അതിനൊരു കാരണമുണ്ട്, ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നത് തന്നെ. സ്വന്തം ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് ഇടതുവിരോധത്തിന്റെ പേരിൽ കേരളത്തെ താഴ്ത്തിക്കെട്ടാൻ നന്നായി ശ്രമിക്കുന്നുമുണ്ട്. എന്നിട്ട് ഒരു നാണവുമില്ലാതെ തിരുവനന്തപുരത്തെ IT ഹബ്ബാക്കുമെന്ന് വിടുവായത്തം പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ, ഒന്നും ഉണ്ടാക്കാതെ തന്നെ തിരുവനന്തപുരം IT ഹബ്ബാണ്. വെറുതെ 8 കാലി മമ്മൂഞ്ഞാവാൻ ശ്രമിക്കരുത്.
അമ്മായിയപ്പൻ ഗതികേട് കൊണ്ട് ചിലപ്പോൾ സഹിച്ചു കാണും. പക്ഷേ തിരുവനന്തപുരത്തെ പിള്ളേർ സഹിച്ചോളണമെന്നില്ല. പപ്പനാവൻ്റെ പിള്ളേരാണ് നല്ല ചിമിട്ടം പണി അങ്ങ് തരും ബാലറ്റിൽ കൂടെ. ഈ മണ്ണിൽ ഒരു വർഗീയവാദിയെയും ഞങ്ങൾ വാഴിക്കില്ല രാജീവ.